രാഹുൽ ഗാന്ധിക്ക് വധഭീഷണി ഉയർത്തിയ സംഭവത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിഷേധ സദസ്സ് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് സ്വകാര്യ ചാനലിൽ വെളിപ്പെടുത്തിയ BJP നേതാവിനെ സംരക്ഷിക്കുന്ന LDF സർക്കാരിനെതിരെയാണ് സദസ്സ് സംഘടിപ്പിച്ചത്. KPCC സംസ്ഥാന ആകമാനം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. പ്രതിഷേധ സദസ്സ് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയെ പറ്റി ഒരു പരാമർശം വന്നാൽ രായ്ക്ക് രാമാനം അറസ്റ്റ് ചെയ്ത് തുറകിലടയ്ക്കുന്ന കേരളത്തിലാണ് പോലീസിന്റെ 3-ാം മുറ ഉപയോഗിച്ച് അവരെ അവമാനിക്കാനും പ്രതി ചേർക്കാനും ശ്രമിക്കുന്ന ഇടത്താണ് രാജീവ് ഗാന്ധിയെ പോലെ ആദരണീയനായ ഒരു നേതാവിനെ പറ്റി പരസ്യമായി വധഭീഷണി നടത്തിയത് ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവുന്നിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും BJPക്കും ഒരേ ലക്ഷ്യം തന്നെയാണ്. എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് പിണറായി വിജയനും BJPയും ആഗ്രഹിക്കുന്നത്. ഗാന്ധിക്കെതിരെ ഭീഷണി പറയുന്ന പിന്നെ ഗൂഢാലോചന പിന്നെ ആരൊക്കെയുണ്ട് എന്ന കാര്യം അറിയണം. അതിനുവേണ്ടിയാണ് ഈ സമരം. രാഹുൽ ഗാന്ധി അങ്ങനെ ആരുടെയും ഭീഷണി കൊണ്ട് പിന്മാറുന്ന ആളല്ല എന്ന കാര്യം നമുക്കറിയാം. സ്വന്തം അച്ഛൻ്റെയും സ്വന്തം മുത്തശ്ശിയുടെയും ശരീരത്തിൽ നിരുദ്ധനായിരിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഓടിക്കാമായിരുന്നു. പലരും അദ്ദേഹത്തെ അങ്ങനെ ഉപദേശിച്ചതാണ്. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ജീവനർപ്പിക്കാൻ തയ്യാറായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും രക്തത്തിന്റെ ഭാരമുള്ള രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് മതേതരത്തിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം, ഭരണഘടനയ്ക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തെ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ ഒപ്പമുണ്ടാകും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ, ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.